തന്നെ അവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷനോ പഠനമോ ജോലിയോ വെളിയിലോ ഒക്കെ പോകാൻ നല്ലത്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ആ പ്രായമാണ്. ഡോക്ടർ, ഈ ഫൈബ്രോയിഡ് എന്നാൽ എന്താണ്? ഫൈബ്രോയിഡ് ഇപ്പോൾ ഈ വിവാഹപ്രായം കഴിഞ്ഞാൽ വരുന്ന ഒരു ചെറിയ വിവാഹപ്രായത്തിൽ വളരെ അപൂർവമായിട്ട് കാണും. മറ്റത് പ്രത്യേകിച്ച് പറഞ്ഞാൽ പെരി മെനോപോസ് എന്ന് പറയും. അതായത് മെനോപോസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മാസമുറ നിൽക്കുന്ന സമയം. അതൊരു 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ, ഇതിപ്പോൾ ഒരു 50 വയസ്സിലെ മാസമുറ നിൽക്കുള്ളൂങ്കിൽ 10 വർഷം മുൻപേ തന്നെ അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ചെറുതായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു 40 വയസ്സുള്ള സ്ത്രീകളൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു മുഴയായിട്ട് വരാം. ഇതാണ് ഫൈബ്രോയിഡ്. മുഴ എന്ന് പറഞ്ഞാൽ അതൊരു മസിൽ എന്നുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, യൂട്രസ് മസിൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മസ്കുലർ ഓർഗനാണ്. അപ്പോൾ അതിൽ ഒരു ഫൈബറിൽ നിന്ന് വരുന്ന ഒരു തടിപ്പാണ് ഈ ഫൈബ്രോയിഡ്. അത് വളരെ ഒരു ഇന്നസെൻറ്റ് ഗ്രോത്ത് ആണ്. പക്ഷെ ചിലരിൽ അത് അവർ എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ഫൈബ്രോയിഡ് ഡോക്ടർ എന്തെങ്കിലും ഒരു ക്യാൻസർ ആണോ ഫൈബ്രോയിഡ്? ഫൈബ്രോയിഡ് ഒരിക്കലും ഒരു ക്യാൻസർ അല്ല. ഫൈബ്രോയിഡ് ക്യാൻസർ ആവാം, വളരെ 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 റെയർ, മേ ബി ഒരു 1%. അത് എപ്പോഴാണ് പ്രായമായി കഴിഞ്ഞ് മാസമുറ നിന്ന് കഴിഞ്ഞ് ഒരു 50-55 വയസ്സായി പിന്നെയും ഫൈബ്രോയിഡ് ഉണ്ട്, അത് വേണമെങ്കിൽ പെട്ടെന്ന് വലുതാവുന്നു, അപ്പോഴൊക്കെയാണ് ആ ഫൈബ്രോയിഡ്. അല്ലാതെ ഫൈബ്രോയിഡ് 1% പറയുന്നുള്ളൂ ക്യാൻസർ ആവുന്നു. അപ്പോൾ അത് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ പേഷ്യൻറ്റിന് മിക്കവാറും ഫൈബ്രോയിഡ് പ്രസൻറ്റ് നമ്മുടെ അടുത്ത് വരുന്നത് മിക്കവാറും ബ്ലീഡിങ് പ്രശ്നമായിട്ടാണ്. അമിതമായിട്ടുള്ള ബ്ലീഡിങ്, അല്ലെങ്കിൽ ഒരു ചെറിയ അടിവയറ്റിലൊരു ഖനം, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് മൂത്രം പോകാനൊരു തടസ്സം, അല്ലെങ്കിൽ മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകും, മാസമുറ എടുക്കുമ്പോഴേക്കും മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകും, അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ. ചിലപ്പോൾ വലിയ ഫൈബ്രോയിഡ്, നമ്മൾ പൊക്കിൾ വരെയൊക്കെയുള്ള വലുതായ ഫൈബ്രോയിഡ് ഇരിക്കുന്ന അറിയുകയില്ല. വയറങ്ങനെ ഒരു ലൂസ് സ്പേസ് വയറിലുള്ളത് കൊണ്ട് കുറേ പേരൊന്നും നമ്മൾ ഫൈബ്രോയിഡ് വളരുന്ന അറിയില്ല. അപ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ ഫൈബ്രോയിഡ് സാധാരണമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ബ്ലീഡിംഗ് ആയിട്ടാണ്, കൂടുതൽ ബ്ലീഡിങ്. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്യുമ്പോഴാണ് ഫൈബ്രോയിഡ് കാണുന്നത്. ഫൈബ്രോയിഡിന് ശസ്ത്രക്രിയ തന്നെയുള്ളൂ ഒരു മാർഗം? ശസ്ത്രക്രിയ ആക്ച്വലി അത് മാത്രമല്ല, ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഫൈബ്രോയിഡ് ഇപ്പോൾ കണ്ടു ഒരാളുടെ ഒരു 5 സെൻറ്റിമീറ്റർ, നമ്മളിപ്പോൾ സാധാരണ ഒരു കാഴ്ചയാണത്, എന്തെങ്കിലും ഒരു ചെറിയ വേദന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് എല്ലാവരും സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് പറയും ഒരു 2 സെൻറ്റിമീറ്റർ ഫൈബ്രോയിഡ് യൂട്രസിലുണ്ട്. അപ്പോഴേക്കും വിഷമിച്ച് നമ്മുടെ അടുത്ത് വരും. ആക്ച്വലി ചെറിയ ഫൈബ്രോയിഡുകൾ നമ്മളൊന്നും ചെയ്യാറില്ല. അത് ശല്യം ചെയ്യുന്നില്ല, ഇവരെ ശല്യം ചെയ്യുന്നില്ല, വെറുതെ സ്കാൻ ചെയ്തപ്പോൾ കണ്ടതാണ്, അങ്ങനെയുള്ളതിനൊന്നും ചെയ്യില്ല. നേരെ മറിച്ച് ഈ ചെറിയ ഫൈബ്രോയിഡ് യൂട്രസിൻ്റെ ഭിത്തി അകത്ത് മാസമുറ വരുന്ന ആ സ്ഥലമുണ്ടല്ലോ, അകത്തേക്ക് വളരുകയാണെങ്കിൽ ചിലപ്പോൾ ബ്ലീഡിങ് കൂടുതലാക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ചെറിയ ഫൈബ്രോയിഡ് 1 സെൻറ്റിമീറ്റർ ആയാലും 2 സെൻറ്റിമീറ്റർ ആയാലും നമ്മൾ ചിലപ്പോൾ എടുത്ത് കളയാൻ പറയും. ഫൈബ്രോയിഡ് മാത്രമായിട്ട് എടുത്ത് കളയാൻ പറയും. അല്ലാതെ നമ്മൾ ഫൈബ്രോയിഡിന് ചെറിയ പ്രശ്നങ്ങൾ അവിടെ എവിടെയൊക്കെ ഇരിക്കുന്ന ഫൈബ്രോയിഡിനെ ഒന്നും ചെയ്യില്ല. ഫൈബ്രോയിഡ് ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ വയറിൽ നമ്മൾ തൊട്ട് നോക്കിയാൽ ഫൈബ്രോയിഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുക ഒരു 3 മാസം ഗർഭം ഉള്ള സ്ത്രീക്ക് 3 മാസം കഴിഞ്ഞ ഗർഭത്തിലാണ് ഈ വയറിൽ കിട്ടുക. വയറിൽ കിട്ടുമ്പോഴാണ് മിക്കവരും നമ്മൾ ഫൈബ്രോയിഡ് ആണെന്നൊക്കെ അറിയുക. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പറയും ഇടയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അവർക്ക് വേറെ അസുഖമൊന്നുമില്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു തടിപ്പ് പോലെ തോന്നും. സ്കാൻ ചെയ്താലും അറിയാം 12 വീക്സ് സൈസിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് വേറെ അസുഖമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പറയും 6 മാസം കൂടുതൽ സ്കാൻ ചെയ്യാം. എന്നിട്ട് അപ്പോൾ 6 മാസം കൂടുതൽ സ്കാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഫൈബ്രോയിഡിന് ഒരു കാര്യമുണ്ട്, വളർച്ച. അതിൻ്റെ വളർച്ചയ്ക്ക് ഒരു റേറ്റ് ഉണ്ട്, അതിന് പറയാം റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ഫൈബ്രോയിഡ്. ഒരു വർഷത്തിൽ ഒരു ഫൈബ്രോയിഡ് ഒരു 2 സെൻറ്റിമീറ്റർ വരെ വളരും, അത് നോർമലാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ വളരുക കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ഇത് കൂടുതൽ വളരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് നല്ല ഫൈബ്രോയിഡ് അല്ല, എടുത്ത് കളയണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്കാൻ ചെയ്യലാണ് നമ്മൾ ഇങ്ങനത്തെ ഫൈബ്രോയിഡിന് ചെയ്യും. വേറെ നമ്മൾ ഫൈബ്രോയിഡിന് വേറെ ചികിത്സ എന്ന് പറയുന്നത്, സർജറി അല്ലാത്ത ചികിത്സ എന്ന് പറയുമ്പോൾ കുറച്ച് മരുന്നുകളുണ്ട്. ഈ ഫൈബ്രോയിഡ് വളരുന്നത് എന്താ, അതൊരു മുഴയാണെങ്കിൽ അത് വളരണമെങ്കിൽ രക്തോട്ടം വേണം. അപ്പോൾ രക്തോട്ടം കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. ഹോർമോൺ ലെവൽ കുറഞ്ഞാൽ രക്തോട്ടം കുറയും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അപ്പോൾ ചില മരുന്നുകളുണ്ട്, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മാസമുറ വരില്ല, അല്ലെങ്കിൽ മാസമുറ വരുമ്പോൾ കുറച്ചേ രക്തം പോക്ക് ഉണ്ടാവുള്ളൂ. എന്തായാലും ബേസിക്കലി ഫൈബ്രോയിഡിലേക്കുള്ള രക്തോട്ടം കുറയും. അപ്പോൾ ഫൈബ്രോയിഡ് ഒന്ന് ചുരുങ്ങും, അത് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അത് കഴിഞ്ഞാൽ പിന്നെ വലുതാവുകയും ചെയ്യും. പിന്നെയുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ഫൈബ്രോയിഡിലേക്ക് രക്തോട്ടം കുറയ്ക്കാനുള്ള, സ്ഥിരമായിട്ട് രക്തോട്ടം കുറയ്ക്കാനുള്ള ചികിത്സയുണ്ട്. അതായത് റേഡിയോളജിക്കൽ മെത്തേഡാണ്. ബ്ലോക്ക് ചെയ്യുക, യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറയും. യൂട്രൈൻ ആർട്ടറിയിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊക്കെ ഇട്ട് അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ യൂട്രസിലേക്കുള്ള രക്തോട്ടം ഉണ്ടാവും, പക്ഷേ ഫൈബ്രോയിഡിലേക്കുള്ള രക്തോട്ടം കുറയും. അപ്പോൾ ഫൈബ്രോയിഡ് അങ്ങ് ചുരുങ്ങും. അത് മിക്കവാറും ഒരു സ്ഥിരമായിട്ട് അങ്ങ് ഫൈബ്രോയിഡ് ചുരുങ്ങി വലിയ പ്രശ്നമൊന്നുമില്ലാതെ അവർ മെനോപോസിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് സർജറി അല്ലാത്ത ചികിത്സ. ഇനി സർജറി നമ്മളെപ്പോൾ പറയും, സർജറി വലിയ ഫൈബ്രോയിഡ്, ഇപ്പോൾ നമ്മുടെ പൊക്കിൾ വരെ വളരുന്ന ഒരു ഫൈബ്രോയിഡ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഫൈബ്രോയിഡ് ശല്യം ഉണ്ടാക്കുന്ന ഭയങ്കര ബ്ലീഡിങ്, തോന്നിയമായൊരു ബ്ലീഡിങ്, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ഈ ഫൈബ്രോയിഡ് തന്നെ യൂട്രസിൻ്റെ ഉള്ളിൽ നിന്ന് കടന്ന് ഗർഭപാത്രത്തിൻ്റെ മുഖത്തിൽ കൂടെ കടന്ന് വെജൈനയിലേക്ക് വരുന്ന ഫൈബ്രോയിഡ്, അപ്പോഴൊക്കെ ഇൻഫെക്ഷനൊക്കെ വരും. അങ്ങനെയുള്ളൊരു ഫൈബ്രോയിഡ്. അല്ലെങ്കിൽ ഗർഭം യൂട്രസിൻ്റെ അകത്തെ ലൈനിങ് വന്നിരിക്കണു, അത് ഗർഭം അലസി പോകുന്നു, 2 പ്രാവശ്യം ഈ ഫൈബ്രോയിഡിൽ തന്നെ വന്ന് പിടിച്ചിട്ടായിരിക്കാം ഗർഭം അലസി. അങ്ങനെയൊക്കെയുള്ള ഫൈബ്രോയിഡ്, വലിയ ഫൈബ്രോയിഡ്, ബ്ലീഡിങ് ഉണ്ടാക്കുന്ന ഫൈബ്രോയിഡ്, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, മൂത്രം ബ്ലോക്ക് ചെയ്യുക. പെട്ടെന്നൊരു സ്ത്രീ വരുന്ന രാത്രി മൂത്രം പോകുന്നില്ല, ഒരു 4 മാസം സൈസുള്ള ഫൈബ്രോയിഡ് ഉണ്ട്.
അത് ഗർഭപാത്രത്തിൻ്റെ മുഖത്തിനെ യൂറിൻ വരുന്ന നാളിയിലേക്ക് തടഞ്ഞിട്ട് മൂത്രം പോകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ, അല്ലെങ്കിൽ ഇത് ഒരു കല്ല് പോലെ അകത്തിരുന്നിട്ട് പൽവിസിലിരുന്നിട്ട് മൂത്രം വരുന്ന കിഡ്നിയിൽ നിന്ന് വരുന്ന നാളിയെ വികസിപ്പിക്കും. ഹൈഡ്രോനെഫ്രോസിസ് എന്നൊക്കെ പറയും. ഹൈഡ്രോ യൂട്രോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉടനെ എടുത്തു കളയാൻ പറ്റും. അല്ലെങ്കിൽ ഇത് കല്ല് പോലെ ഇരുന്നിട്ട് രക്തസംക്രമണം കാലിൽ നടക്കാതെ വരും. കാലിലൊരു നീര്, ഒരു കാലിന് നീര്, എന്നിട്ട് അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ രക്തക്കുഴലിൽ മുഴുവൻ കട്ട പിടിച്ചിരിക്കുക രക്തം. അതൊക്കെ വളരെ അപകടം സംഭവിക്കുക. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിനാ പറയുക പ്രഷർ സിംറ്റംസ്. സെക്കൻഡറി സിംറ്റംസ് ഫൈബ്രോയിഡ് കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ സർജറി പറയും. ഇതൊക്കെയാണ് സർജറിക്കുള്ള കാര്യങ്ങൾ. ഈ സർജറി പറയുന്നത് ഫൈബ്രോയിഡ് മാത്രം എടുക്കാം, യൂട്രസ് മൊത്തമായിട്ടും എടുക്കാം. അപ്പോൾ ഫൈബ്രോയിഡ് മാത്രം എടുക്കുന്ന ഒരു കുട്ടിയുള്ളൊരു സ്ത്രീ, 30 വയസ്സുള്ള സ്ത്രീക്ക് ഒരു ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ വേദനയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഫൈബ്രോയിഡ് മാത്രം എടുക്കും. ഫൈബ്രോയിഡ് മാത്രം എടുക്കുന്നത് പല റൂട്ടും ഉണ്ട്. നമുക്ക് താഴെ കൂടെ യോനി കൂടെ എടുക്കാം, വെജാനൽ മയോമെക്ടമി എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ നമ്മൾ യൂട്രസിൻ്റെ അകത്ത് ഒരു ലൈറ്റ് ഇട്ട് ഒരു സ്കോപ്പ് കിടത്തിയിട്ട് ഹിസ്റ്ററോസ്കോപ്പിക് മയോമെക്ടമി എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ വയറിൽ മുടി കെട്ടി വെച്ച പോലെ ഒരു ഫൈബ്രോയിഡ് ആണെങ്കിൽ നമ്മൾ ലാപ്രോസ്കോപ്പ്, പൊക്കിളിൽ കൂടെ ഒരു ലാപ്രോസ്കോപ്പ് ഇട്ടിട്ട് അതിൽ കൂടെ കട്ട് ചെയ്തെടുക്കും. ലാപ്രോസ്കോപ്പിക് മയോമെക്ടമി എന്ന് പറയും. ഇതൊന്നും പറ്റാത്ത വലിയ ഫൈബ്രോയിഡ്, ഇവിടം വരെയൊക്കെയുള്ള ഫൈബ്രോയിഡാണ്, ഇപ്പോൾ മുകളിൽ വരെ തട്ടി നിൽക്കുന്ന ഫൈബ്രോയിഡ് നമ്മൾ ഓപ്പൺ മയോമെക്ടമി എന്ന് പറയും. കട്ട് ഓപ്പൺ ചെയ്തിട്ട് ഫൈബ്രോയിഡ് എടുത്ത് കളയും. അപ്പോൾ ഇതൊക്കെയാണ് സർജറി ഫൈബ്രോയിഡിന്. അല്ല ഇപ്പോൾ ഒരു 40 വയസ്സായ സ്ത്രീയാണ്, 2-3 ഫൈബ്രോയിഡ് ഉണ്ട്, അതുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്, നമ്മൾ ഓപ്പൺ ഹിസ്റ്റക്ടമി തന്നെ ചെയ്യും. ഹിസ്റ്റക്ടമി എഗെയിൻ നമുക്കറിയാം, കീ ഹോളായിട്ട് ചെയ്യാം, താഴെ കൂടെ ചെയ്യാം, ഓപ്പൺ ആയിട്ട് ചെയ്യാം. ഇതൊക്കെയാണ് സർജറി ഫൈബ്രോയിഡിനുള്ളത്. മാഡം, ഈ ഫൈബ്രോയിഡ് ഏത് പ്രായത്തിലുള്ള സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്? ഫൈബ്രോയിഡ് ബേസിക്കലി ഹോർമോൺ ഇൻഡ്യൂസ്ഡ് ആണ്. കാരണം ഫൈബ്രോയിഡിന് വളരാനുള്ള ഒരു കാര്യം ഹോർമോണാണ്. അപ്പോൾ ഹോർമോൺ പ്രത്യേകിച്ച് ഈസ്ട്രജനാണ്. അപ്പോൾ ഈസ്ട്രജൻ മാത്രമാവുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞാൽ 40 കഴിഞ്ഞിട്ടുള്ള പ്രായം. മെനപ്പോസ് ആയിട്ടുമില്ല, എന്നാൽ ആവാറായി തുടങ്ങി. ആ സമയത്ത് 40 to 50 വയസ്സുള്ള സ്ത്രീകളിലാണ് വളരെ സാധാരണമായിട്ട് ഫൈബ്രോയിഡ് ഉള്ളതും ഫൈബ്രോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ മെനപ്പോസ് ആവും. ഈ മെനപ്പോസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? മെനപ്പോസിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, മെനപ്പോസ് ആവുന്നതിന് മുമ്പ് തന്നെ സ്ത്രീകൾക്ക് ഈ ഹോർമോൺ കുറയുന്നതിന് സാധാരണ ഒരു സ്ത്രീക്ക് നോർമലായിട്ടിരിക്കണമെങ്കിൽ 2 ഹോർമോൺ ഉണ്ട്, ഈസ്ട്രജനും ഉണ്ട്, പ്രൊജസ്ട്രോണും ഉണ്ട്. അപ്പോൾ ഇതിൽ ആ പ്രൊജസ്ട്രോൺ അങ്ങ് കുറഞ്ഞിട്ട് ഈസ്ട്രജൻ മാത്രമാണ്. അത് തോന്നിയമാതിരി ശരിക്കുള്ള അളവിലും ഉണ്ടാവില്ല. അപ്പോൾ ബ്രെയിൻ അതിനെ കുറേ സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ഈ വീണ്ടും നല്ല ഹോർമോൺ കൂടുതലാക്കാൻ വേണ്ടി ബ്രെയിൻ കുറേ സ്റ്റിമുലേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് സ്ത്രീകൾ പറയും, എനിക്ക് ഭയങ്കര വേർപ്പ്, ഞാൻ വീട്ടിൽ നിന്നൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വേർക്കുക, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അതങ്ങ് കംപ്ലീറ്റ് പറ്റിപ്പോവും. പിന്നെ അത് കഴിഞ്ഞ് ഉറക്കം, അടിക്കടി ശരീരത്തിന് ചൂട് തോന്നാം, പെട്ടെന്ന് എനിക്ക് ചൂട് വരിക, പിന്നെ അങ്ങ് മാറിപ്പോകും. എനിക്ക് അതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥതയാണ് ഡോക്ടറെ. ഉറക്കത്തിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ട്, രാത്രി ചെന്ന് കിടന്നാൽ ഉറക്കം വരില്ല. ഈ ഉറങ്ങിയാൽ തന്നെ രാവിലെ 3 മണിയൊക്കെ ആകുമ്പോഴേക്കും എഴുന്നേൽക്കും. അപ്പോൾ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഈ സ്വെറ്റിംഗ് ഫിനോമിനൻ, ഫീലിംഗ് ഓഫ് ഹീറ്റ്, ഇതെല്ലാം ഒരു ഇതിൻ്റെ. പിന്നെ ഒരു ക്ഷീണം, എന്തോ ഒരു കാരണമില്ലാത്തൊരു ക്ഷീണം, പിന്നെ മാനസികമായിട്ടുള്ള പ്രശ്നം, ഒരു വിഷമം. അപ്പോഴേക്കൊക്കെ നാച്ചുറലായിട്ട് ആ സമയത്ത് കുട്ടികളൊക്കെ വലുതായിട്ടുണ്ടാവും, വിവാഹം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, ഹസ്ബൻഡ് ചിലപ്പോൾ ദൂരെ ജോലിയിലായി, അല്ലെങ്കിൽ ഹസ്ബൻഡ് നഷ്ടപ്പെട്ട സ്ത്രീകൾ, ഇവർക്കൊക്കെ ഇത് താങ്ങാൻ പറ്റാത്തത്. പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ലേ ഈ സമയത്ത്. നമ്മൾ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ ഓഫീസിൽ ജോലിക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ജോലിയുണ്ട് എങ്കിൽ ഇത് അറിയാതെ പോകും മിക്കവരും. പണ്ടൊന്നും ഇത് വലിയ പ്രശ്നമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കുട്ടികളെ എല്ലാവരെയും നമ്മൾ പഠിപ്പിച്ച് വലുതാക്കി നമ്മൾ ദൂരെ പറഞ്ഞു വിട്ട് നമ്മൾ മാത്രമായിരിക്കും മിക്കവാറും വീട്ടിൽ, പ്രത്യേകിച്ച് അമ്മ മാത്രമായിരിക്കും. അപ്പോൾ മിക്കവാറും ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവർ വരും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഡോക്ടർ, എനിക്ക് തീരെ വയ്യ, ഉറക്കമില്ല, ക്ഷീണമാണ്, ചൂട് തോന്നും, ഇതെല്ലാം മെനപ്പോസ് ആവുന്നതന്നെ. പിന്നെ ശരിക്കും ലക്ഷണം എന്ന് പറഞ്ഞാൽ മാസമുറ നിൽക്കുക. മിനിമം ഒരു 6 മാസമെങ്കിലും മാസമുറ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇത് മെനപ്പോസ് ആയി എന്നുള്ളത് അതാണ്. പിന്നെ വേറെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മാസമുറ കൃത്യമല്ലാതാവും. എല്ലാവരും പറയും എനിക്ക് ജനുവരി 1 അല്ലെങ്കിൽ ആദ്യത്തെ മാസം 1 തന്നെ എനിക്ക് വരുന്ന മാസമുറ. ഇപ്പോൾ മാസമുറ ശരിക്കും വരുന്നില്ല ഡോക്ടറെ, 2 ആഴ്ച മാറും, 3 ആഴ്ച മാറും, അങ്ങനെ മാസമുറ തെറ്റുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെ വരും, ഈ 2 ആഴ്ച കൂടുമ്പോൾ മാസമുറ വരിക. എനിക്ക് ഒരു പ്രശ്നമില്ലാതിരുന്ന ഇപ്പോൾ ഇത് തുടങ്ങി, 42 വയസ്സായി, ഇപ്പോഴാണ് ഈ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ മാസമുറയിലുള്ള അപാകത, പ്രത്യേകിച്ച് തെറ്റായി വരുന്ന മാസം, നേരത്തെ വരാം, വൈകി വരാം, ഇതെല്ലാം ഒരു ലക്ഷണമാണ് മാസമുറ നിൽക്കാൻ പോകുന്നു എന്നുള്ളതിന്. ക്യാൻസർ സ്ത്രീകളിൽ കാണപ്പെടുന്നത് ബ്രസ്റ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, മാഡം അത് സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാളും കൂടുതൽ ക്യാൻസർ എന്ന രോഗം കാണപ്പെടുന്നത്? ക്യാൻസർ അങ്ങനെയില്ല. ക്യാൻസർ എന്നുള്ള രോഗം സ്ത്രീകളിലുണ്ട്, പുരുഷന്മാരിലുണ്ട്. പക്ഷേ സ്ത്രീകളിൽ കാണുന്ന പ്രത്യേകതരം ക്യാൻസറാണ്, പുരുഷന്മാരിൽ വേറെയാണ്. ഇപ്പോൾ സ്ത്രീകൾ പുകവലിക്കില്ലല്ലോ, അപ്പോൾ അവർക്ക് ലങ് ക്യാൻസർ ഇല്ല. നേരെ മറിച്ച് സ്ത്രീകൾക്ക് ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അത് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഒരു എൻഡ് ഓർഗനാണ്. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ കാലത്ത് അറിയാലോ, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അറിയാലോ, കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ അമ്മയുടെ അടുത്താക്കി അല്ലെങ്കിൽ ആയുടെ അടുത്താക്കി അല്ലെങ്കിൽ ഡേ കെയറിലാക്കി അങ്ങ് പോകും.
നേരെ മറിച്ച് പണ്ടൊക്കെ വെച്ചാൽ കുട്ടികളെ പാലൂട്ടി വളർത്തുക എന്ന് പറഞ്ഞാൽ അതിന് സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ജോലി ഉണ്ടായിരുന്നില്ല, സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മിനിമം 2 വർഷം പാല് കൊടുക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനത്തെ സ്ത്രീകളിൽ പണ്ടൊക്കെ സ്തനാർബുദം വളരെ കുറവാണ്. ഇപ്പോൾ സ്തനാർബുദം വളരെ കോമൺ ആണ്. ഈവൻ ബാക്കി ഗൈനക്കോളജിക്കൽ ഇപ്പോൾ ഒരു സ്ത്രീയിലുള്ള അർബുദങ്ങളിൽ ഏറ്റവും കോമൺ ഏതാണെന്ന് ചോദിച്ചാൽ സ്തനാർബുദം എന്ന് പറയാം. കാരണം മിക്കവാറും പാലൂട്ടുന്നില്ല, പാലൂട്ടുന്ന 1-2 കുട്ടികളെ ഉള്ളൂ, വളരെ കുറവേ പാലൂട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ, ഭയങ്കര വണ്ണം, പിന്നെ പറഞ്ഞാൽ ജങ്ക് ഫുഡ്. ഇപ്പോൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ നിന്നുള്ള എല്ലാ ഫുഡും, ഒരു ഫുഡും ഇപ്പോൾ അഡൾട്രേറ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. പച്ചക്കറി എടുത്താലും പഴങ്ങൾ എടുത്താലും നോൺ വെജ് എടുത്താലും പ്രൊവിഷൻസ് എടുത്താലും എന്തെടുത്താലും അതിൽ അഡൾട്രേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി കൺസ്യൂം ചെയ്തിട്ടായിരിക്കാം എന്നാണ് ഇപ്പോൾ ഓങ്കോളജിസ്റ്റ് ഒക്കെ പറയുന്നത് ഇത്രമാത്രം ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളിൽ കാണുന്നത്. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 99% ആൾക്കാർക്കും 99% നമുക്കത് കണ്ടുപിടിക്കാം. ഇപ്പോൾ എനിക്കൊരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ ഞാൻ മാസമുറ കഴിഞ്ഞ ഉടനെ നിന്നുകൊണ്ട് ഞാൻ ഈ വശമാണ് ഈ കൈ ഉയർത്തിപ്പിടിച്ച് ഈ കൈ കൊണ്ട് മറ്റേ കൈ കൊണ്ട് നോക്കുക, ഈ വശമാണെങ്കിൽ ഈ കൈ ഉയർത്തിപ്പിടിച്ച് മറ്റേ കൈ കൊണ്ട് കുളിക്കുമ്പോൾ നോക്കുക, അതേ ദിവസം കിടന്നുകൊണ്ട് ഫ്ലാറ്റ് ഓഫ് ദ ഹാൻഡ് കൊണ്ട് നോക്കുക. ഇങ്ങനെ ഞാൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ 90% എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. വളരെ ഏർലി സ്റ്റേജ്. അതാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. തന്നെ കണ്ടുപിടിക്കാം, സെൽഫ് എക്സാമിനേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ റിമൂവ് ചെയ്താൽ ബ്രസ്റ്റും റിമൂവ് ചെയ്യേണ്ട, ആ ഒരു മുഴ മാത്രം റിമൂവ് ചെയ്താൽ മതി. ക്യാൻസർ ആണെങ്കിൽ അത് ബ്രസ്റ്റിലേക്കും വ്യാപിച്ചിട്ടില്ല, കക്ഷത്തിലേക്കും വ്യാപിച്ചിട്ടില്ല, വേറെ സുഖമായിട്ട് ഒരു 20 വർഷം സുഖമായിട്ട് അത് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസറാണ് നമുക്ക് സ്ത്രീകളിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ. പിന്നെ കാണുന്ന ക്യാൻസറാണ് യൂട്രസിൻ്റെ ക്യാൻസർ. പണ്ടൊക്കെ പറഞ്ഞിരുന്നു യൂട്രസിൻ്റെ നെക്ക് അല്ലെങ്കിൽ ഗളം, കഴുത്ത് എന്നൊക്കെ പറയുന്നത് സെർവിക്സ് എന്ന് പറഞ്ഞ ക്യാൻസറാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ക്യാൻസറും കുറഞ്ഞു തുടങ്ങി. കാരണം നമ്മൾ പാപ്സ്മിയർ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യും. പാപ്സ്മിയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോൾ പ്രസവം കഴിഞ്ഞാൽ ഈ 3 വർഷമെങ്കിലും വിവാഹം കഴിഞ്ഞ സ്ത്രീക്ക് നമ്മൾ ഒരു ചെറിയൊരു സ്ക്രേപ്പ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റാണ്, ഒ പിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടോ, ഈ വൈറൽ ഇൻഫെക്ഷൻ പാപ്പിലോമ എന്ന് പറഞ്ഞ വൈറൽ ഇൻഫെക്ഷൻ ഇവർക്ക് ഉണ്ടായിട്ട് മാത്രമല്ല അതുകൊണ്ട് സെർവിക്സിൽ വല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ, ആ ചേഞ്ച് ഒരു 10 വർഷം 15 വർഷം കഴിയുമ്പോൾ ക്യാൻസറായിട്ട് മാറും. അപ്പോൾ 10 വർഷം 15 വർഷം മുമ്പേ നമ്മളത് കണ്ടുപിടിക്കുകയാണ് ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അതുണ്ടെങ്കിൽ നമ്മൾ അവിടെ കരിച്ച് കളയുകയോ എന്തെങ്കിലും എടുത്ത് കട്ട് ചെയ്ത് കളയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്യൂറായി. പിന്നെ നമ്മൾ ഇടയ്ക്ക് പാപ്സ്മിയർ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇതുകൊണ്ട് ക്യാൻസർ സർവീസ് ഇപ്പോൾ കുറവാണ്, നമ്മളത് അധികം നമ്മുടെ ഇടയിൽ കാണുന്നില്ല. പിന്നെ കാണുന്നത് നമ്മൾ യൂട്രസിലെ എൻഡോമെട്രിയൽ യൂട്രസിൻ്റെ അകത്തെ ലൈനിങ്ങിൻ്റെ ക്യാൻസറാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് കൂടുതലാവുന്നതിന് മുൻപേ അതിന് സിംറ്റം വരും, എന്തെങ്കിലും വിഷം, പ്രത്യേകിച്ച് ബ്ലീഡിങ്, അമിതമായ ബ്ലീഡിങ്, അല്ലെങ്കിൽ മാസമുറ നിൽക്കാറായി കൃത്യമായിട്ട് മാസമുറ വരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ്, തോന്നിയമാതിരി ബ്ലീഡിങ്, അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ്, അല്ലെങ്കിൽ മാസമുറ നിന്നു ഒരു 3 വർഷമൊക്കെ ഇപ്പോൾ പെട്ടെന്നൊരു ബ്ലീഡിങ്. ഇതൊക്കെയാണ് സാധാരണമായിട്ട് യൂട്രസിൻ്റെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ. യൂട്രസിൻ്റെ ക്യാൻസറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുക, കാരണം സിംറ്റംസ് നേരത്തെ വരും. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചാൽ വെറും ഒരു യൂട്രസ് റിമൂവലോടുകൂടെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയി. അതാണ്. പിന്നെ ഉള്ളത് നമ്മൾ സ്കാൻ ചെയ്യും, നമ്മൾ ചെക്കപ്പ് എന്നൊക്കെ പറയില്ലേ, ആ ചെക്കപ്പിനൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ പാപ്സ്മിയർ ചെയ്യും, സ്കാൻ ചെയ്യും. അപ്പോൾ നമുക്കറിയാം യൂട്രസിൻ്റെ ലൈനിങ് വല്ല കുഴപ്പമുണ്ടോ, ഹിസ്റ്ററി എടുക്കുമ്പോൾ അറിയാം ഇവർക്ക് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലുണ്ടോ, അതൊക്കെ അറിയാം. അങ്ങനെ അതനുസരിച്ച് നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് നല്ലൊരു ലൈഫ് ലൈഫ് കൊടുക്കാൻ പറ്റും, ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് പിന്നെ ക്യാൻസർ, ഓവറിൻ ക്യാൻസർ. അതെ, അതാണ് ഏറ്റവും കഷ്ടം. നമ്മൾ ഇത്രയും കാലം റിസർച്ചൊക്കെ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നൊരു ക്യാൻസറാണ് ഓവറിൻ ക്യാൻസർ. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുവിധം അത് സ്കാൻ ചെയ്ത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ പറയും കഴിഞ്ഞ വർഷം കൂടി ചെക്കപ്പിന് ഞാൻ വന്നാണല്ലോ, സ്കാൻ ചെയ്താണ്, അന്ന് ഓവറിയൊക്കെ നോർമലായിരുന്നല്ലോ, ഇന്ന് നോക്കുമ്പോൾ ഓവറിയിൽ ഒരു തടിപ്പ് വന്നിരിക്കുക, അത് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ അത് ക്യാൻസറാന്ന് പറയും. അങ്ങനെ വരുന്നതാണ് ഓവറിൻ ക്യാൻസർ. അപ്പോൾ നമ്മൾ സ്കാനൊന്നും ചെയ്തില്ലെങ്കിൽ, സ്കാൻ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്കാൻ ചെയ്തില്ലെങ്കിൽ വയറ് വീർക്കുക, പെട്ടെന്ന് ആഹാരം കഴിക്കാനൊക്കെ ഒരു മടി, മെലിഞ്ഞു പോവുക, വയറ് വീർക്കുക, വെള്ളം കെട്ടുക, കഴിഞ്ഞ് സ്കാൻ നോക്കുമ്പോൾ വലിയൊരു മുഴയിരിക്കുന്നുണ്ട്, അത് ഓവറിൻ ക്യാൻസറാണ്. അങ്ങനെ ആ സമയത്ത് നമ്മൾ ക്യാൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവരുടെ നമ്മളെല്ലാം ക്യാൻസറിൻ്റെ ചികിത്സയിൽ പറയുന്നത് 5 ഇയർ സർവൈവൽ എന്ന് പറയും. എത്ര കാലം സുഖമായിട്ട് അവർ ജീവിച്ചിരിക്കും. 5 ഇയർ സർവൈവൽ ആ സമയത്തൊക്കെ വളരെ കുറവാണ്. ഒരു 20% പേരെങ്കിലുമേ അത്രയും നമ്മൾ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ക്യാൻസർ കണ്ടു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുക, എത്ര നമ്മൾ എത്ര നല്ല ചികിത്സ കൊടുത്താലും. അതുകൊണ്ട് ഓവറിൻ ക്യാൻസറാണ് നമുക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. പിന്നെയുള്ള വെജൈനൽ ക്യാൻസർ, അതൊക്കെ വളരെ വളരെ റെയറാണ്. അതൊക്കെ നമ്മൾ ഈ വൺസിന് അതിലാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഞാൻ പറയുന്നത് ഏറ്റവും നല്ലത് വൺസ് ഇൻ എ ഇയർ ചെക്കപ്പ്, ഒരു ഗൈനക് ചെക്കപ്പ്. എത്രയായാലും നമ്മുടെ ആ കൺസെപ്റ്റ് ഒന്നും ഇല്ല. ചില കമ്പനികളൊക്കെ അവരുടെ എംപ്ലോയീസിനെ വിടുന്നുണ്ടെന്നല്ലാതെ പൊതുവേ സ്ത്രീകളോട് ചോദിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. ഇന്ന് പോലും ഒ പിയിൽ വന്നൊരു സ്ത്രീ ഞാനൊരു പാപ്സ്മിയർ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ എനിക്കൊരു കുഴപ്പമില്ല,
അവർ ബോംബെയിലെ ഒരു ടീച്ചറാണ്, എന്നിട്ട് പോലും അവർക്ക് ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ല. ഞാൻ കുറേ പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരാം ഡോക്ടർ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാം. ഞാൻ പറയും എന്തെങ്കിലും ഉണ്ടാവുന്ന വളരെ ലേറ്റാണ്, ഇപ്പോൾ ഒന്ന് ചെയ്ത് ഞാനൊരു പാപ്സ്മിയർ ചെയ്യാം, ഞാനൊരു ഉള്ളു പരിശോധന ചെയ്യാം, ഞാനൊരു സ്കാൻ വേണ്ട, അത് വേണ്ട. അവസാനം അവർ ചെയ്യില്ല. അവസാനം ബ്രസ്റ്റ് എക്സാമിനേഷൻ